കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെടുന്ന ചൂട് ശ്രദ്ധിച്ചിരുന്നോ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജനുവരി ആദ്യ ആഴ്ചയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് കേരളത്തിലെ ചില സ്ഥലങ്ങളിലാണ്. ജനുവരി 3-ന് പുനലൂരിൽ 35.5 ഡിഗ്രി സെൽഷ്യസ് ചൂട്, 4-ന് പുനലൂരിലും തിരുവനന്തപുരത്തും 35.4 ഡിഗ്രി സെൽഷ്യസ്, 5-ന് കണ്ണൂരിൽ രേഖപ്പെടുത്തിയത് 34.4 ഡിഗ്രി സെൽഷ്യസ് ചൂട്, 6-ന് തിരുവനന്തപുരത്ത് 35.3 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ ഇത്രയും ചൂട് ഈ സമയത്ത് ഉണ്ടാകേണ്ടതല്ല. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ജനുവരിയിൽ തന്നെ 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂട്. രാത്രി കാലങ്ങളിൽ തണുപ്പ് കുറഞ്ഞതും ചൂടിന്റെ കാഠിന്യം കൂടാൻ കാരണമായി. സാധാരണ കിട്ടേണ്ടതിനേക്കാൾ 5 ഡിഗ്രി വരെ ചൂട് കൂടുതലാണ് ഇപ്പോൾ. അന്തരീക്ഷ ഈർപ്പം ഉയർന്നു നിൽക്കുന്നതിനാൽ അനുഭവപ്പെടുന്ന ചൂട് ഇതിലും എത്രയോ മുകളിൽ. സന്ധ്യയാകുമ്പോഴേക്കും കാർമേഘം ഇങ്ങനെ ഇരുണ്ടുകൂടുകയാണ്. പകൽ കനത്ത ചൂടാണെങ്കിൽ പലയിടത്തും രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴയെന്ന് വെച്ചാൽ ഫെബ്രുവരി വരെ കിട്ടേണ്ട മഴയാണ് ജനുവരിയിലെ ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ കിട്ടിയത്. ജനുവരിയിൽ കിട്ടേണ്ട മഴ 7.4 മില്ലിമീറ്റർ, ഫെബ്രുവരിയിൽ 14 മില്ലിമീറ്റർ. എന്നാൽ ജനുവരി 1 മുതൽ 5 വരെ പെയ്തത് ആകെ 34.3 മില്ലിമീറ്റർ മഴ. മഴയുടെയും വെയിലിൻ്റെയും മാറി മാറിയുള്ള ഈ കളി നമുക്കുണ്ടാക്കുന്ന ദുരിതം ചെറുതല്ല. പനി കൂടുന്നു, പ്രത്യേകിച്ച് കുട്ടികളിൽ ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജലദോഷം, ചുമ, കഫക്കെട്ട് ഉൾപ്പെടെയുള്ള അസുഖങ്ങളും വ്യാപകമാകുകയാണ്. കൃഷിനാശം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെയും. വരും ദിവസങ്ങളിലും ചൂട് ഇതിലും ഉയരാനാണ് സാധ്യത.